അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം, കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടാകണം. അതേപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയണം. ഇതിന് സഹായകമാകുന്ന വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അള്ളാഹു സമാധാനവും വിജയവും നൽകുമെന്ന് ഉറപ്പാണ്. ഈ 6 വിഷയങ്ങളെ നമ്മൾ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഒരു സമാധാനവും വിജയവും ഇരു ലോകത്തും നമുക്കുണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ ഏതു കാര്യത്തിനും ഇഖ്ലാസ്, ആത്മാർത്ഥത ഉണ്ടാവുക എന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിങ്ങൾ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിനെ ആരാധിക്കാനാണ് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇബാദത്തുകളുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്, നിഷ്കളങ്കതയാണ്. ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ഇഖ്ലാസ് ഇല്ലാത്ത ആരാധനകൾ. ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് എന്താണ് കാര്യം? അത് മയ്യത്താണ്. അതുപോലെയാണ് നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോൾ ആയിത്തീരുന്നത്. നമുക്കറിയാം, ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരി ആരംഭിച്ചിരിക്കുന്നത് ഈ മനുഷ്യന്റെ ഇബാദത്തുകളുടെ ഇഖ്ലാസും അതിന്റെ ഉദ്ദേശശുദ്ധിയുമായി ബന്ധപ്പെട്ട ഹദീസിനെയാണ് അദ്ദേഹം 1-ാമത്തെ ഹദീസായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. എല്ലാ പ്രവർത്തനങ്ങളും ഓരോരുത്തരുടെയും ഉദ്ദേശത്തിനനുസരിച്ചാണ്. ഓരോരുത്തരും എന്താണ് ഒരു പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതാണ് അവൻ ഉള്ളത് എന്നാണ്. ഇപ്പൊ ദുനിയാവാണോ ഉദ്ദേശിക്കുന്നത്, ദുനിയാവ് കിട്ടും. അള്ളാഹുവിന്റെ അടുക്കലുള്ള വജ്ഹാണോ ഉദ്ദേശിക്കുന്നത്, അത് കിട്ടും. അപ്പൊ നാം ഒരു ദിർഹം ദാനം ചെയ്താലും, ഒരു സുന്നത്ത് നമസ്കരിച്ചാലും, അതല്ലെങ്കിൽ ഒരു സുബഹി നമസ്കരിച്ചാലും അതിന്റെ പിന്നിലെ ഉദ്ദേശം അത് വളരെ ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. പടച്ചവനെ കാണിക്കാനാണോ അതല്ലെങ്കിൽ പടപ്പുകളെ കാണിക്കാനാണോ എന്ന് നമ്മൾ സ്വമേധയാണ് ചോദിക്കേണ്ടത്. ഒരാൾക്കും നമ്മുടെ ഒരാളുടെ ഇഖ്ലാസ് ഉണ്ടോ, അവന് തഖ്വയുണ്ടോ എന്നൊരാളുടെ ഉള്ളു തുറന്ന് നോക്കിക്കാണാൻ ഒരാൾക്കും കഴിയില്ല. അപ്പൊ ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ട് എന്നത് നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതാണ്. അവൻ തഖ്വയുള്ള ആളാണ്, അല്ലെങ്കിൽ അവൻ ഇഖ്ലാസ് ഉള്ള ആളാണ്. അവന്റെ കൽബിന്റെ ഉള്ളിലുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇഖ്ലാസ് ഇല്ലാത്ത ആളാണ്, തഖ്വ ഇല്ലാത്ത ആളാണ്. കാരണം തഖ്വ അതിന്റെ പോയിന്റ് ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നമ്മൾ ചോദിക്കേണ്ടതാണ്, ഞാനൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് പടച്ചവനെ കാണിക്കാനാണോ അതല്ലെങ്കിൽ പടപ്പിനെ കാണിക്കാനാണോ ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത്? വളരെ ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കേണ്ടതാണ്. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ കാറ്റിൽ പറക്കുന്ന കരിയില പോലെയാണ്. അതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവുകയില്ല. ഒരു ചെറിയ പ്രവൃത്തി പോലും അത് ഇഖ്ലാസോടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് അത് വഴി തുറക്കുമെന്നാണ്. ചെറിയ ആരാധനയാണ്, പക്ഷെ അത് വളരെ ആത്മാർത്ഥമായാണ് നമ്മൾ ചെയ്തതെങ്കിൽ സ്വർഗത്തിലേക്ക് വഴി തുറക്കുന്ന വലിയ ഇബാദത്തായി അത് മാറും. ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു വേശ്യയുടെ സംഭവം നമുക്ക് പ്രവാചകൻ പറഞ്ഞിരുന്നുണ്ട്. സ്വർഗം ലഭിച്ചത് അവരുടെ ഹൃദയത്തിലെ ഇഖ്ലാസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ക്രമീകരിക്കാൻ, നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഒന്നാമത് ആവശ്യമുള്ളത് നമ്മുടെ ഇഖ്ലാസ് നന്നാക്കുക എന്നതാണ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. നമ്മൾ 6 കാര്യമാണ് ഇന്നത്തെ ഖുതുബയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് എന്താണ്? ഇഖ്ലാസ്, ആത്മാർത്ഥതയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലെ ആത്മാർത്ഥതയാണ്. രണ്ടാമത്തത് പ്രാർത്ഥനകൾ, ദിക്റുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവുമായി നമ്മുടെ ജീവിതം ബന്ധിപ്പിക്കാൻ, കൂടുതൽ എടുക്കാൻ, നമുക്ക് വിജയം ലഭിക്കാൻ രണ്ടാമത്തെ വഴി എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അത് വർദ്ധിപ്പിക്കുക എന്നതാണ്. ദിക്ർ കേവലം നാവ് കൊണ്ട് ചൊല്ലുന്ന ഒരു വാക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവുമായി
ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ് യഥാർത്ഥത്തിൽ ദിക്ർ. ഒരടിമ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ് ദിക്ർ എന്ന് പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 152 ആയത്തിൽ അള്ളാഹ് പറഞ്ഞെന്താണ്? അള്ളാഹുവിനെ ഓർക്കുന്നവരെ അള്ളാഹ് ഓർക്കുന്നാണ് പറഞ്ഞത്. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ദിക്ർ എടുക്കുക, എന്നെ ഓർക്കുക. അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. അപ്പൊ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ നമ്മൾ ദിക്ർ എടുക്കുന്നതിലൂടെ സ്മരിക്കുക എന്നതിനേക്കാൾ വേറൊരു വലിയ കാര്യമില്ല. നാം ഏത് ആളൊടിഞ്ഞ പ്രദേശത്ത് നമ്മൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കുകളുടെ സദസ്സിൽ വെച്ച് നമ്മൾ ഓർക്കുകയാണ്. ഇതിൽ പരം വലിയ ഭാഗ്യം എന്താണ്? നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെയാണ്? അവന്റെ മലക്കുകളുടെ സദസ്സിലാണ് നമ്മളെ പറ്റി പരാമർശിക്കുന്നത്. ഇന്ന ആള് എന്നെ പറ്റി ഓർത്തിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ മലഉൽ അഅലയിലുള്ള മലായിക്കത്തുകളിലൂടെ സദസ്സിലാണ് അള്ളാഹു നമ്മുടെ പേരെടുത്ത് ഓർക്കുന്നത്. അപ്പോ ദിക്ർ ചൊല്ലുന്നവനെയും ചൊല്ലാത്തവനെയും പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത് ജീവനുള്ളവനോടും ജീവനില്ലാത്തതിനോടാണ്, അല്ലെ? മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു. തന്റെ റബ്ബിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും, ദിക്ർ എടുക്കുന്നവനും ദിക്ർ എടുക്കാത്തവനും. മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന, ജീവനുള്ളവനാണ്. മയ്യിത്ത് ജീവനില്ലാത്ത ആളാണ്. മയ്യിത്ത് മരിച്ച ആളാണ്. അപ്പൊ നോക്കിയേ, ദിക്ർ ചൊല്ലുന്നവൻ ഹയ്യായ ജീവിച്ചിരിക്കുന്നവനെ പോലെ, ദിക്റുകൾ ജീവിതത്തിൽ ഇല്ലാത്തവൻ, ദിക്റില്ലാത്ത ഹൃദയം ഒരു ശവപ്പറമ്പ് പോലെയാണ്. അവിടെ സമാധാനമോ വെളിച്ചമോ ഉണ്ടാവില്ല. ശരീരം ജീവിച്ചിരുന്നെങ്കിലും ആത്മാവ് മരവിച്ച അവസ്ഥയായിരിക്കും. ആത്മാവ് മരവിച്ച അവസ്ഥ. ദിക്റില്ലാത്ത ഒരു ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ദിക്ർ നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ടെൻഷനുകൾ, പ്രയാസങ്ങൾ, ഡിപ്രഷനുകൾ, അതിന്റെ പരിഹാരം എന്താ? അള്ളാഹിന്റെ ദിക്റിലേക്ക് മടങ്ങുക. അള്ളാഹുവിന്റെ ദിക്ർ കൂടുതലായി വർദ്ധിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ സൊല്യൂഷൻ, നമ്മൾ അനുഭവിക്കുന്ന ഡിപ്രഷൻ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനുകൾ, മനസ്സ് അസ്വസ്ഥമാകുന്നു, ഇതൊക്കെ വേഗത്തിൽ ഫലം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ദിക്ർ അധികരിപ്പിക്കുക. ആ സമയത്ത് ദിക്ർ, നിസ്കാരം ഒരു ദിക്റാണ്. മറ്റ് ദിക്റുകൾ, നമ്മൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, മറ്റു കാര്യങ്ങളൊക്കെ ദിക്റുകളിലാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റഅദിൽ പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങളുടെ സമാധാനം, ശാന്തി എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലൂടെയാണ്. അപ്പൊ നമുക്ക് ദിക്റിലൂടെയാണ് അത് കിട്ടുക. ഇതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. മത്സ്യത്തിന് വെള്ളം എങ്ങനെയാണോ അതാണ് വിശ്വാസിക്ക് ദിക്ർ. വെള്ളത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മത്സ്യത്തിന്റെ അവസ്ഥ എന്താണ്? അതുപോലെയാണ് ദിക്ർ. ദിക്റിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമ്മൾ ആ നിലക്ക്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തിന് വെള്ളം എത്ര അനിവാര്യമാണോ അതുപോലെയാണ് ദിക്ർ. അപ്പൊ ജോലി തിരക്കുകൾക്കിടയിലും നാവ് കൊണ്ട് നമുക്ക് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ, യാത്രക്കിടയിൽ നമ്മൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമ്മുടെ മനസ്സിന് നൽകുന്ന ആശ്വാസം അത് വേറെ തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മുടെ ഓരോ പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ കുറയിടണം. ഒന്ന്, നമ്മൾ പറഞ്ഞത് ഇഖ്ലാസ് ആണ് പ്രവർത്തനത്തിൽ. രണ്ട്, ജീവിതത്തിലെ ദിക്റുകളിലൂടെയുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയവും ഇരുലോകത്തും സമാധാനം ലഭിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ 6 പോയിന്റ് രണ്ടാമത്തേതാണ്. മൂന്നാമത്തത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിഷ്കർഷത പുലർത്തുക എന്നുള്ളതാണ്. അള്ളാഹുവുമായി നമ്മൾ നടത്തുന്ന മുനാജാത്താണ്. രഹസ്യ സ്വകാര്യമായ സംഭാഷണമാണ് ഒരടിമ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. നാളെ പരലോകത്ത് ഒന്നാമത് വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാണ്. നിസ്കാരം കേവലം ഒരു ചടങ്ങല്ല, അള്ളാഹുവുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ആ കണക്ഷൻ തകർന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം തകരും. ളുഹർ കൃത്യമായി സമയത്ത് നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ അസർ ഖളാ ആകുന്നു, അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ മുറിയാണ്, അവിടെ തകരാറിലാകാണ്. കാരണം അള്ളയായിട്ടുള്ള 5 നേരത്തെ മുനാജാത്താണ് നമസ്കാരത്തിലൂടെ നടക്കുന്നത്. അത് സമയബന്ധിതമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. സമയബന്ധിതമായി വിശ്വാസികൾക്ക് നിർണയിക്കപ്പെട്ട, നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് നമസ്കാരം. അതേപോലെ ഒരടിമ അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കുക സുജൂദിലാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. സുജൂദിലായിരിക്കുകയാണ് അള്ളാഹുവായിട്ട് കൂടുതൽ എടുക്കുന്നത്. ഫഅക്സിറു ദുആ, നിങ്ങൾ ദുആ അധികരിപ്പിക്കുക. അതുകൊണ്ട്
നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കുക. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സുജൂദുകൾ അധികരിപ്പിച്ച് അതിൽ എന്ത് ചെയ്യാം? ദുആകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സങ്കടങ്ങൾ, ആവശ്യങ്ങൾ പടച്ചവനോട് പറയാൻ ഇതിലും വലിയൊരു വേദി നമുക്കില്ല. സുജൂദാണ് ഏറ്റവും നല്ല വേദി. നമ്മുടെ നമസ്കാരങ്ങളിൽ ലോകം മുഴുവൻ അടച്ചുപൂട്ടിയാലും അള്ളാഹുവുമായിട്ടുള്ള ഈ സംഭാഷണത്തിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്. എവിടെ അടച്ചുപൂട്ടിയാലും ഈ ഒരു വാതിൽ എന്നും തുറന്നു കിടക്കുകയാണ്. അടിമക്ക് അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിനുള്ള ആ ഒരു വേദി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തെ മുൻഗണനാ പട്ടികയിൽ നമ്മൾ ഒന്നാമതാക്കുക. ജീവിതത്തിന്റെ ഏതു കാര്യത്തിലും ഒന്നാമത്തെ നമ്മുടെ പ്രയോറിറ്റി നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്. ബാങ്ക് വിളിക്കുമ്പോൾ മറ്റു ജോലികൾക്ക് മാറ്റിവെക്കുക. ളുഹർ ബാങ്ക് കൊടുത്തു, അസ്ർ ബാങ്ക് കൊടുത്തു, മഗ്രിബ് ബാങ്ക് കേട്ടാ പിന്നെന്താണ്? എനിക്ക് നിസ്കരിക്കാൻ സമയമില്ല എന്നല്ല, മറിച്ച് എന്റെ നിസ്കാരത്തിന് ശേഷം മാത്രമേ മറ്റു ജോലികൾക്ക് ഇനി സമയമുള്ളൂ. ഇപ്പൊ ഉദു എടുത്ത് റെഡിയായി പിന്നെ നമ്മളെ ചിന്ത എന്താണ്? ളുഹർ നിസ്കരിക്കാനാണ് ചിന്ത. ളുഹർ ബാങ്ക് കൊടുത്താൽ മറ്റു ജോലികളൊക്കെ നിർത്തി നമ്മൾ നമസ്കാരത്തിലേക്ക് എന്ത് ചെയ്യാണ്? പോവുക എന്ന നിലപാടിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും നമസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരങ്ങൾ അത് ശീലമാക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ആ കൃത്യമായി ജമാഅത്ത് പൂർണ്ണമായി കിട്ടുന്ന രൂപത്തിലാണ് നമ്മുടെ സമയം ക്രമീകരിക്കേണ്ടത്. ഇത് കൃത്യമായാൽ, അത് സമയബന്ധിതമായാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും കൃത്യമായ ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടായി വരും. 5 നേരത്തെ നിസ്കാരം കൃത്യമാക്കി നോക്കുക. മൊത്തത്തിൽ എന്ത് ചെയ്തു? ഒരു ടൈം ടേബിൾ ഷെഡ്യൂളായി വന്നു. നമ്മൾ എവിടെയും ഷെഡ്യൂൾ ആക്കുന്നില്ല, പക്ഷെ ഒരു ഷെഡ്യൂളായി വന്നു. സുബൈ കറക്റ്റ് ടൈമിലാണ്, ളുഹർ പള്ളിയിൽ വന്നിട്ടാണ്, അസർ, മഗ്രിബ്, ഇശ ഈ 5 സമയങ്ങളിൽ എന്ത് ചെയ്യാണ്? കൃത്യതയോടെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും ക്രമീകരിച്ചു വരുന്നതാണ്. മറ്റൊന്ന് സുന്നത്തായ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുക. ഫർദിന് പുറമെയുള്ള റവാത്തിബുകൾ, ഫർദിലെ പോരായ്മകൾ പരിഹരിക്കാൻ അത് ഉപകരിക്കുന്നതാണ്. അപ്പൊ ജീവിതം എത്രയൊക്കെ അലങ്കോലപ്പെട്ടാൽ നിസ്കാരം കൃത്യമാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹ് ഏറ്റെടുക്കുന്നതാണ്. ഇത് ശരിയാക്കിയാൽ ബാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അത് ഏറ്റെടുക്കും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യാൻ? അകന്നു നിൽക്കുക എന്നതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാനുള്ള നാലാമത്തെ വഴിയാണ്. ഒരു പാത്രം എത്ര വൃത്തിയുള്ളതാണെങ്കിലും അതിന്റെ മേലിങ്ങനെ അഴുക്കുകൾ വന്നു വീണുകൊണ്ടേയിരുന്നാൽ എന്തായിരിക്കും ആ പാത്രത്തിന്റെ അവസ്ഥ? അത് ഉപയോഗശൂന്യമാകും. നിരന്തരം ഒരു വൃത്തിയുള്ള ഒരു പാത്രമായിരുന്നു, നമ്മൾ വളരെ പുതിയത് വാങ്ങിയതാണ്, പക്ഷെ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടിരുന്നാൽ, അതിലേക്ക് വൃത്തിഹീനമായ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നാൽ അതെന്താകും? ആ പാത്രം പിന്നെ ഉപയോഗശൂന്യമാകും, അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ ഹൃദയവും. ഇബാദത്തുകൾ കൊണ്ട് നാം ഹൃദയം കഴുകുമ്പോൾ പാപങ്ങൾ കൊണ്ട് അതിനെ വീണ്ടും മലിനമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇബാദത്തുകളിലൂടെ ഹൃദയം കഴുകപ്പെടുകയാണ്. സുന്നത്തായ കാര്യങ്ങൾ, ദിക്റുകളിലൂടെ ഒക്കെ സംഭവിക്കുന്നത്. പക്ഷേ ആ പാപത്തിലേക്ക് എന്ത് ചെയ്യാണ്? ആ പാപം പിന്നെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയം മലിനമായി കൊണ്ടിരിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആം 120 പാപത്തിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും നിങ്ങൾ പൂർണ്ണമായും വെടിയുക. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, പാപം സമ്പാദിച്ചു വെക്കുന്നവരാരോ അവർ ചെയ്തു കൂട്ടുന്നത് തക്ക പ്രതിഫലം തീർച്ചയായും അവർക്ക് നൽകപ്പെടുന്നതാണ്. ആരാണ് പാപം ചെയ്തു കൂട്ടുന്നത്? ആ പാപത്തിന്റെ തിക്തഫലം തീർച്ചയായും അവർക്ക് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട്. പാപം അത് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളെ സമ്പാദിക്കും. ദുനിയാവിലെ ജീവിതത്തിലും പരലോക ജീവിതത്തിലും പാപം ഒരു മനുഷ്യന് നഷ്ടം ഉണ്ടാക്കും. നമ്മുടെ കണ്ണുകൾ കാണുന്നതും കാതുകൾ കേൾക്കുന്നതും കൈകൾ പ്രവർത്തിക്കുന്നതും അള്ളാഹു അറിയുന്നു എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. പാപങ്ങൾ ഹൃദയത്തെ എങ്ങനെ നശിപ്പിക്കുന്നു? നബി ഒരു ഹദീസിൽ പഠിപ്പിച്ചത്, നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിയതൻ, ഒരു അടിമ ഒരു പാപം ചെയ്താൽ നുകിത്തത് ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. ഒരു കറുത്ത പുള്ളി വീഴും. അങ്ങനെ നുക്തത്തുൻ സൗദാ, അതവൻ ഉപേക്ഷിക്കുകയും മാപ്പപേക്ഷിക്കുകയും മടങ്ങുകയും ചെയ്താലോ ഹൃദയം മിനുസപ്പെടും. എന്നാൽ അവൻ പാപം വീണ്ടും ആവർത്തിച്ചാലോ, ഒരിക്കൽ ചെയ്തു, പിന്നെയും ചെയ്തു, വീണ്ടും ചെയ്തു, അപ്പോൾ എന്ത് ചെയ്തു? ആ കറുപ്പ് വർദ്ധിച്ചു വരികയും ഹൃദയത്തെ മുഴുവൻ ഒരു കറുത്ത പാടുകൾ വന്ന് അത് നിറയുകയും പൊതിയുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഹൃദയം ഒരു കറുത്ത ഹൃദയമായി മാറുകയാണ്.
പാപങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ. അതിൽ പ്രായോഗികമായി നമുക്ക് ചെയ്യാനുള്ള പാപവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരാൾ പാപത്തിന് പ്രേരണ നൽകുന്ന സാഹചര്യങ്ങളുണ്ട്, അത് കൂട്ടുകെട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കൂട്ടുകെട്ട് നിലനിർത്താൻ പറ്റൂല, ആ കൂട്ടുകെട്ട് പൂർണ്ണമായും ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ ബോധപൂർവം അതിൽ നിന്ന് അകന്നു നിൽക്കണം. മൊബൈൽ ഫോൺ ആണെങ്കിലോ മൊബൈൽ ഫോൺ നിയന്ത്രിക്കണം. നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാപസാധ്യത വിരൽ തുമ്പിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. വിരൽ തുമ്പിന്റെ ഉള്ളിലാണ് പാപത്തിന്റെ ആദ്യ മെസ്സേജുകൾ അയക്കുന്നത്, മൊബൈലുകൾ വഴിയാണ് അയക്കുന്നത്. അനാവശ്യമായ കാഴ്ചകളും സംസാരങ്ങളും ചാറ്റിങ്ങുകളും നടക്കുന്നത് മൊബൈൽ, വാട്സപ്പ് വഴിയാണ്, ഫേസ്ബുക്ക് വഴിയാണ്, ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ രംഗത്ത് തഖ്വയാണ് നമുക്ക് ഏറ്റവും പ്രധാനം മൊബൈൽ ഉപയോഗിക്കുന്നിടത്ത്. 3, ഈ കാര്യത്തിൽ നിന്നൊക്കെ പരിഹാരം മരണത്തെ ധാരാളമായി ഓർക്കുക. ഏത് പാപം ചെയ്യുമ്പോഴും ഈ അവസ്ഥയിലാണ് എന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് ചിന്തിക്കാൻ. മരണം സംഭവിക്കുന്നത് ഒരു പാപം ചെയ്തുകൊണ്ടിരിക്കെ, ഒരു ഹറാമായ രംഗം കണ്ടുകൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെടുക, സിനിമ കണ്ടുകൊണ്ടിരിക്കെ അയാൾ മൗത്തായി, അയാളുടെ മരണം അപ്പോഴാണ് സംഭവിച്ചത്. എത്ര വലിയ മോശമായ മരണമാണ് അയാൾക്ക് സംഭവിക്കുന്നത്. അപ്പൊ ചെറിയ പാപങ്ങളെ നിസ്സാരമായി കാണരുത്. ചെറിയ കല്ലുകൾ, ചെറിയ മണ്ണുകളും ഒക്കെ ചേർന്നാണ് കുന്നുകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാപങ്ങളെ എന്ത് ചെയ്യണം? ആ നിലക്ക് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതേപോലെ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നതാണ്. തിന്മയെ നന്മ കൊണ്ട് നേരിടുക 5ാമത്തെ പോയിന്റാണ്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ പടപ്പുകളുമായുള്ള നമ്മുടെ ഇടപാടുകൾ നന്നാക്കണം എന്നാണ്. നമ്മളോട് ഒരാൾ മോശമായി പെരുമാറുമ്പോൾ പകരം വീട്ടാനല്ല, മറിച്ച് വിട്ടുവീഴ്ച ചെയ്യാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. ഒരാൾ നമ്മളോട് എന്തോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു, അപ്പൊ അയാളെ എവിടെയാണ് അയാൾക്ക് ഒന്ന് തിരിച്ചടിക്കാൻ ഒരു ചാൻസ് കിട്ടുക? ഇത് നോക്കി നടക്കാണ് ചെയ്യണം. ഇത് കേവലം ഒരു ധാർമ്മികതയല്ല, മറിച്ച് അള്ളാഹുവിങ്കൽ വലിയ പദവി നൽകുന്ന ഒരു ഇബാദത്താണ് വിട്ടുവീഴ്ച ചെയ്യാന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താ? വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നല്ലതും ചീത്തതും ഒരിക്കലും സമമാവുകയില്ല. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇദ്ഫ ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. ഒരു തിന്മ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്, പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്? അതിനെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ഒരാൾ തിന്മയിൽ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്നു, അത് വലിയ ക്ഷമയും അതേപോലെ തന്നെ അതീവ സഹനശേഷിയും വേണ്ട ഒരു കാര്യമാണ്. ഒരാൾ ഇങ്ങോട്ട് നമ്മളോട് തിന്മ ചെയ്യുന്നു, അങ്ങോട്ട് നന്മ കൊണ്ട് പ്രതിരോധിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകും? ഖുർആൻ പറയാണ്, ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, നിനക്കും അവനും ഇടയിൽ ആത്മമിത്രമായി, എത്ര വലിയ ശത്രുവും നിന്റെ മുമ്പിൽ മിത്രമായി മാറുന്ന അത്ഭുതം നിനക്ക് കാണാം. ആരാണ് ശത്രു? നിന്നോട് ദ്രോഹം ചെയ്ത ശത്രു. നീ അവനോട് നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ എത്ര വലിയ ശത്രുവും മിത്രമായി മാറുന്നത് കാണാം. അത് ആർക്കേ പറ്റൂ? വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, ക്ഷമ എന്ന അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നൽകപ്പെട്ടവർക്ക് ഇത് പറ്റുള്ളൂ. പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇങ്ങോട്ട് കൊല്ലാൻ വന്ന വ്യക്തിയെയാണ് പ്രവാചകൻ മാപ്പ് നൽകി വിട്ടയച്ചത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് പറഞ്ഞെന്താണ്? ലോകത്തെ ഏറ്റവും വെറുപ്പുള്ള മുഖം മുഹമ്മദിന്റെ മുഖമായിരുന്നു, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദിന്റെ മുഖമാണ് എന്ന് പറയാൻ കാരണം എന്താ? കൊല്ലാൻ വന്ന തന്നോട് പ്രവാചകൻ അതിഥിയോട് പെരുമാറുന്നത് പോലെ പെരുമാറി. തിന്മയെ നന്മ കൊണ്ട് പ്രവാചകൻ നേരിട്ട് നിരവധി ഉദാഹരണങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ കാണും. ഇനി വിട്ടുവീഴ്ച ഉണ്ടായാൽ നമ്മുടെ എന്തെങ്കിലും ഇമേജ് കുറയോ? ഇല്ല. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് വഴി അള്ളാഹു അവന് പ്രതാപമല്ലാതെ ഇസ്സത്തല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല. വിട്ടുവീഴ്ച ചെയ്യുന്നത് ബലഹീനതയല്ല, അതൊരു പ്രതാപമാണ് എന്നാണ് നമുക്ക് മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്യാതിരിക്കുക. നമ്മെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയാൻ അവസരം ഉണ്ടായിട്ടും അള്ളാഹിനോർത്ത് മൗനം പാലിക്കുക. അതേപോലെ തന്നെ പിണക്കമുള്ളവരോട് ആദ്യം അസ്സലാമു അലൈക്കും എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കുക. ആദ്യം സലാം പറയുന്നവനാണ്. പിണക്കമുണ്ടായി അതിൽ സലാം കൊണ്ട് ആരാണോ തുടങ്ങിയത്, 2 പേരിൽ ഖൈറായവൻ സലാം കൊണ്ട് തുടങ്ങിയവനാണ്. 3, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക എന്നാണ്. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ തിന്മ കൊണ്ട് നമ്മളോട് സമീപിക്കുമ്പോഴുള്ള നമ്മുടെ നിലപാട്, നമ്മോട് അസൂയ കാണിക്കുന്നവർക്കോ നമ്മെ വെറുക്കുന്നവർക്കോ ഒരു പ്രയാസം വരുമ്പോൾ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരിക, അത് അവരുടെ ഹൃദയം മാറ്റാൻ സഹായിക്കും. ക്ഷമ ശീലിക്കുക. കോപം വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, കോപത്തെ നിയന്ത്രിക്കാൻ അത് റസൂൽ പഠിപ്പിച്ച കലിമത്താണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാത്രമല്ല അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യവുമാണ്
ഇത്തരം വിട്ടുവീഴ്ചയും ക്ഷമയും എന്നത് നമ്മൾ മനസ്സിലാക്കുക. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പാലിച്ച് പകർത്തി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യബോധവും ഇരു ലോകത്തും വിജയിക്കാനും നമുക്ക് സഹായകമാകുന്ന 6 കാര്യങ്ങളിൽ 5 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് ഇഖ്ലാസ് നമുക്കുണ്ടാവുക എന്നതാണ്. മറ്റൊന്ന് പ്രാർത്ഥനകൾ, ദിക്റുകൾ അധികരിപ്പിക്കുക എന്നതാണ്. മറ്റൊന്ന് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുക്കുക എന്നതാണ്. 4-മത്തത് പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുക. 5-മത്തത് തിന്മയെ നമ്മളോട് ഇങ്ങോട്ട് ഉണ്ടാവുന്ന ഏത് തിന്മയെയും നന്മ കൊണ്ട് അതിനെ നേരിടുക എന്നതാണ്. 6-മത്തെ കാര്യം ഖുർആനുമായി നമുക്ക് നല്ല ബന്ധം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പാരായണവും പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പച്ച പിടിച്ചതായി നിലനിർത്തുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അള്ളാഹുമായിട്ടുള്ള ബന്ധം പുതുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഖുർആൻ എന്നത്. നമുക്കറിയാം, കേവലം ഒരു പുസ്തകമല്ല, കേവലം ഒരു നമ്മൾ പത്രമോ വേറെ ഏതെങ്കിലും ഭൗതികമായ ഒരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല. മറിച്ച് അള്ളാഹു നമ്മളോട് നടത്തുന്ന ഒരു സംസാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ കലാമുള്ള എന്ന് പറയുന്നത്. ഖൈറുൽ കലാമി കലാമുള്ള, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിന്റെ സംസാരമാണ്, അത് ഖുർആനാണ്. അപ്പൊ അള്ളാഹു നമ്മളോട് നടത്തുന്ന ഒരു സംസാരമാണെന്ത്? വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എന്നുള്ളതാണ്. നാം ഖുർആൻ ഓതുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളെയാണ്, അള്ളാഹുവിന്റെ സംസാരങ്ങളെയാണ് നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ ഓതുന്നത്, പാരായണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദിവസവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിക്കുക. ഒരു ദിവസം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അൽ കഹ്ഫ് ഓതിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? സൂറത്തുൽ കഹ്ഫ് സുന്നത്തായി പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. 2 ജുമാകൾക്കിടയിൽ ഒരു പ്രകാശത്തെ അവന് നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ ദിവസത്തിൽ ഒരു പേജെങ്കിലും, അത് സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ രാത്രിയോ ഏതെങ്കിലും ഒരു സമയം വിശുദ്ധ ഖുർആനിൽ നിന്ന് നിശ്ചിതമായ ഒരു ഭാഗം ഞാൻ പാരായണം ചെയ്യും എന്ന് തീരുമാനിക്കലാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വഴി. മാത്രമല്ല, ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്ന നമ്മുടെ പള്ളികളിലും വീടുകളിലുമുള്ള ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ എപ്പോഴാണ് സ്വാധീനിക്കുന്നത്? ശരിക്കും കേവലം പാരായണത്തിലൂടെയാണോ അറബികൾ മാറിയത്? എല്ലാ വൃത്തികേടുകളിലും മുന്നോട്ട് പോയിരുന്ന ഇരുണ്ട യുഗത്തിൽ ജീവിച്ച ജാഹിലിയ അറബികളുടെ ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? അവർ വൈൻ കാനൂമിൻ ഖബ്ലു ലഫീ ദലാലിൻ മുബീൻ, ഏറ്റവും വഴിപിഴച്ചവരായിരുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ വിളിച്ചത് കുൻതും ഖൈറ ഉമ്മ എന്നാണ്. നിങ്ങളാണ് ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ഖൈറായവർ എന്ന്. എങ്ങനെയാണ് അധപ്പതിച്ചിരുന്ന, ഏറ്റവും താഴേക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും മാതൃകാപരമായ ഒരു സമൂഹമായി എങ്ങനെയാണ് വളർത്തിയെടുക്കാൻ പറ്റിയത്? അത് വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയ തലങ്ങളിലൂടെ കടന്നു ചെന്ന് അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചപ്പോഴാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഖുർആനിനെ, അതിന്റെ അർത്ഥവും ആശയവും പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആൻ അതിന്റെ അർത്ഥവും ആശയവും, ഖുർആന്റെ പാരായണോ, ഖുർആനുമായി ബന്ധപ്പെടാത്ത ആളുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് പരാതി പറയാണ്. റബ്ബി, എന്റെ റബ്ബേ, വഖാല റസൂലു യാ ഖൗമി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഈ ജനത ഈ ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് അവഗണിച്ചു കളഞ്ഞു റബ്ബേ എന്ന് പ്രവാചകൻ പരാതി പറയും. ആരെപ്പറ്റി? നമ്മളിൽ ചിലരെ പറ്റി പരാതി പറയും. എന്തിനാണ്? ഖുർആൻ പാരായണം ചെയ്യുന്നില്ല, ഖുർആൻ പഠിക്കുന്നില്ല, ഖുർആനുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നു. പ്രവാചകൻ നമ്മളെപ്പറ്റി പരാതി പറയാം അള്ളാന്റെ അടുക്കൽ. ഈ ഖുർആനിനെ, അള്ളാഹുവിന്, നിന്റെ കലാമിനെ അവർ അവഗണിച്ചു കളഞ്ഞു റബ്ബേ എന്ന് പരാതി പറയും. ആ പരാതി ഒഴിവാകണം എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. നമ്മൾ അതിന്റെ അർത്ഥവും ആശയവും അതിന്റെ പാരായണ നിയമവും അതിന്റെ വിശദീകരണവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇന്ന് പഠിക്കാനുള്ള ധാരാളം സംവിധാനങ്ങൾ
നമ്മുടെ മുന്നിലുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അതേപോലെ അമാനി മൗലയുടെ മലയാളത്തിൽ എഴുതിയ തഫ്സീറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ആപ്ലിക്കേഷനുകൾ മൊബൈലുകളിലുണ്ട്. നമ്മൾ ഈ പള്ളിയിൽ തന്നെ 2 തരം ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് എല്ലാ വ്യാഴാഴ്ചയും 11 മണിക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. പുരുഷന്മാർക്ക് എല്ലാ ഞായറാഴ്ചയും സുബഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് ഖുർആൻ വിശദീകരണ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 168 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ വിശുദ്ധ ഖുർആനിന് മുമ്പിൽ, അതിന്റെ പഠനത്തിന് മുമ്പിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഖുർആനിന്റെ പഠനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? അതാണ് സൂറത്ത് സ്വാദ് 29 അള്ളാഹു പറഞ്ഞത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ അൻസൽനാഹു, ഈ കിതാബിനെ നാം താങ്കൾക്ക്, അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തു. ഇലൈക, താങ്കളിലേക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മുബാറക്കുൻ, ഈ ഗ്രന്ഥം ഏതാണ്? മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമാണ്. ഈ ഗ്രന്ഥം ബറക്കത്താക്കപ്പെട്ടതാണ്. ഈ ഗ്രന്ഥം. അപ്പൊ ഖുർആനിന് ഒരു ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് പിന്നെ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചത് എന്താണ്? മുബാറക് എന്ന് പറഞ്ഞാൽ, ഖുർആൻ മുബാറക്കാണെന്ന് പറഞ്ഞാൽ, ഖുർആനിന്റെ പഠനത്തിലൂടെയും പാരായണത്തിലൂടെയും ഖുർആനുമായി എത്ര കണ്ട് നമ്മുടെ ഹൃദയം ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതിനനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ അന്ന് ഒരു ബറക്കത്ത് കൊടുക്കുന്നതാണ്. എല്ലാ രംഗത്തും ഒരു ബറക്കത്ത്, ഒരു അനുഗ്രഹം അള്ളാഹു അയാളുടെ ജീവിതത്തിൽ കൊടുക്കും. ലിയദ്ദബ്ബറു ആയാതി, നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകളെ പറ്റി ഉറ്റാലോചിക്കുക. ലിയതദക്കറ ഉലുൽ അൽബാബ്, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, ഖുർആൻ അതിന്റെ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മെ സഹായിക്കാൻ ആരുമില്ലാത്ത ആ പരലോകം, ആ വിചാരണാവേളയിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളുമില്ല. വാപ്പ, ഉമ്മ, പിന്നെ നമ്മുടെ സഹോദരങ്ങൾ, ആരുമില്ലാത്ത ആ സമയത്ത് നമ്മളോട് ഒപ്പം നിൽക്കാൻ, കൂടെ നിൽക്കാൻ ഖുർആൻ ഉണ്ടാകും എന്നത് എത്ര വലിയ ആശ്വാസമാണ്. ആർക്കുണ്ടാകും? ഖുർആൻ, നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണോ? പിന്നെ ദിവസത്തിൽ ഒരു വട്ടെങ്കിലും ഖുർആൻ തുറക്കുന്നവരാണോ? അത് പഠനം നടത്തുന്നവരാണോ? അതിനെപ്പറ്റി ആലോചിക്കുന്നവരാണോ? അത് ജീവിതത്തിൽ പകർത്തുന്നവരാണോ? അങ്ങനെ ഖുർആനുമായി ബന്ധമുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഖുർആൻ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് പറയുന്നതാണ്. നമുക്ക് സ്വർഗത്തിന് വേണ്ടി ശഫാഅത്ത് പറയുന്നത് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യണം? ആ പാരായണം ചെയ്യുന്ന വരികളുടെ അർത്ഥങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് പിന്നെ സാധ്യമാവുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആശയതലങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഖുർആനിന്റെ ഒരു 1/3 ഭാഗം യഥാർത്ഥത്തിൽ എന്താണ്? ഖുർആന്റെ 1/3 യഥാർത്ഥത്തിൽ ഏകദൈവ ആരാധനയാണ് ഖുർആനിൽ പറയുന്നത്. ഖുർആന്റെ 1/3 എന്ന് വിശേഷിപ്പിച്ച അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. നിങ്ങൾ ഖുർആനിന്റെ 1/3 ഒരു രാത്രി ഓതാൻ ആഗ്രഹിക്കുന്നില്ലേ? ഓതാൻ കഴിയില്ലേ എന്ന് സ്വഹാബികളോട് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബി എങ്ങനെയാണ് 1/3 ഭാഗം ഓതണമെങ്കിൽ 30 ജുസുള്ള പിന്നെ ഒരു ഖുർആൻ അതിന്റെ 1/3 ഭാഗം എല്ലാ രാത്രിയിൽ എങ്ങനെയാണ് ഞങ്ങൾ ഓതുക? നബി പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സമമാണ് സൂറത്തുൽ ഇഖ്ലാസ്. എന്തുകൊണ്ടാണ്? സൂറത്തു തൗഹീദ് എന്നാണ് അറിയപ്പെടുന്നത്. തൗഹീദ്, ഏകദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട്, തൗഹീദുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഖുർആനിന്റെ 3 പാർട്ടാക്കിയാൽ അതിന്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് വിശ്വാസവുമായി, ഏകദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. ഏകനായ, നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ് ഇബാദത്തുകളെല്ലാം സമർപ്പിക്കേണ്ടത്. ആരാധനകളായി എന്തൊക്കെയുണ്ടോ, പ്രാർത്ഥനകൾ, നേർച്ച വഴിപാടുകൾ, സത്യം ചെയ്യലുകൾ, ഭരമേൽപ്പിക്കലുകൾ, സുജൂദുകൾ, എല്ലാം ആർക്കു മുമ്പിൽ? അള്ളാഹ്ക്ക് മുമ്പിൽ മാത്രം. കാരണം അള്ളാഹുവാണ് ദുആ കേൾക്കുന്നവൻ, ദുആന് ഉത്തരം നൽകുന്നവൻ. മറ്റുള്ളത് ആൾ ദൈവങ്ങൾ മരിച്ചവരാണ്, ഒന്നും കേൾക്കാത്തവരാണ്, എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുപോലും അറിയാത്തവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ എന്ന് പറയുന്നത്. അവർ മഹാന്മാരായിരിക്കാം, വലിയകളായിരിക്കാം, അതേപോലെ അമ്പിയാക്കളായിരിക്കാം, സ്വാലിഹീങ്ങളായിരിക്കാം, ശുഹദാക്കളായിരിക്കാം. അവർക്കൊക്കെ അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുമാണ്. എന്നാൽ അവർക്ക് നമ്മുടെ ദുആ കേൾക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പ്രതിസന്ധികൾ അറിയാൻ പറ്റുമോ? ഇല്ല. കേട്ടാൽ തന്നെ അതിന് പരിഹാരം കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനയുടെ ഏതെങ്കിലും ഒരു അംശം, അള്ളാഹു അല്ലാത്ത ഏത് പടപ്പിലേക്കും, അത് മനുഷ്യരാവണമെന്നില്ല, കല്ലാകട്ടെ, മരമാകട്ടെ, ഖബറിൽ കിടക്കുന്ന ആളാകട്ടെ, മൺമറഞ്ഞു പോയവനാകട്ടെ, ആരാകട്ടെ, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനയുടെ ഒരംശവും അള്ളാഹു അല്ലാത്തവരിലേക്ക് വഴിമാറി പോകാൻ പാടില്ല. അതിനാണ് നമ്മൾ ശിർക്ക് എന്ന് പറയുന്നത്.
അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഷിർക്ക്, ബഹുദൈവ ആരാധന, പങ്കു ചേർക്കുക എന്ന് പറയുന്നത് അതാണ്. ഷിർക്ക് ചെയ്താൽ അവന്റെ സ്ഥാനം എവിടെയാണ്? ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ്. ഷിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, നരകമാണ് അവന്റെ സങ്കേതം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ നടത്തി ഷിർക്ക് ചെയ്യാതെ മരണപ്പെട്ടവർക്ക് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് സ്വർഗം പ്രതീക്ഷിക്കാമെന്നാണ്. അവർക്ക് സ്വർഗത്തിന്റെ വഴികളിലേക്ക് പോകാം. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ രംഗത്ത് നമുക്ക് അബദ്ധങ്ങൾ വന്നു പെടരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ, ആഗ്രഹ സഫലീകരണങ്ങളിൽ അള്ളാഹുവേ റബ്ബേ എന്നതിന്റെ അപ്പുറത്ത് ഒരു വിളിയും ഉയരാൻ പാടില്ല. മരിക്കുന്നത് വരെ ഈ കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് വിശുദ്ധ ഖുർആനിന്റെ വലിയ മെസ്സേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതു സമയത്തും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായി ഒരു സംഗതി പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിച്ച് ആ നിലക്ക് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പല രോഗികളും അള്ളാഹുവെ അവരുടെ എല്ലാം രോഗം ശിഫയാക്കി ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവെ, നീ അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു, ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹുവെ, നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.